بسم الله الرحمن الرحيم إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله الحمد لله الذي له ما في السماوات وما في الأرض وله الحمد في الآخرة وهو الحكيم الخبير الحمد لله الذي فاطر السماوات والأرض جاعل الملائكة رسلا الحمد لله الذي أنزل على عبده ولم يجعل له عوجا الحمد لله حمد الشاكرين اللهم لك الحمد حتى ترضى ولك الحمد إذا رضيت ولك الحمد بعد الرضا ولك الحمد على كل حال الحمد لله حمدا كثيرا طيبا مباركا فيه اللهم لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك على ما أنعمت علينا من نعمك التي لا تعد ولا تحصى اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم صل وسلم وزد وبارك على حبيبك وسيدنا وصفوة خلقك وخير رسلك وخير من مشى على الأرض وخير من رفع إلى السماء نبينا وحبيبنا وقرة أعيننا أفضل المخلوق محمد صلى الله عليه وسلم صلاة وسلاما دائمين متلازمين إلى أبد الآبدين والدهر الداهرين وعلى آله وصحابته ومن اهتدى بهديه واستنى بسنته إلى يوم الدين أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم شر الأمور محدثاتها كل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي
റബ്ബി ശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി ഇബാദല്ലാഹ് ഇത്തഖുല്ലാഹ്. പിർസത്തെ മുസ്ലിം സഹോദര സഹോദരിമാർ, റബ്ബുൽ ഇസ്സത്തായ അഹദും സമദും മാലിക്കുൽ മുലൂക് ഹയ്യുൽ ഖയ്യൂം ബദീഉസ് സമാവാതി വൽ അർദ് ഖാലിഖുസ് സമാവാതി വൽ അർദ്, ആ റബ്ബുരെ ആജ്ഞ എന്തിനുണ്ട, അവൻ്റെ ആദേശം എന്തിനുണ്ട, അതിരെ റബ്ബു ചെന്ന പോലെ ഞങ്ങളെ ജീവനത്തിൽ അളവടിച്ചിട്ട് നല്ലങ്ങായിട്ട് ചെയ്ക്കുകയും ഞങ്ങളെല്ലാവരും പ്രയತ್ನಾക്കുക ചൊന്ത് നണ്ടയും മറക്കാണ്ട് നിങ്ങളെല്ലാവരൊಟ್ಟಿಗೆ ನಾನು ವಸಿಯತ್ತಾಕರೆ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ റബ്ബുരെ ആജ്ഞ പാലനാക്കിയിട്ട് നല്ലങ്ങായിട്ട് ചെയ്ക്കുകയും റബ്ബ് തൗഫീഖ് തരട്ടു. ആ നിലക്ക് ഞങ്ങൾ റബ്ബുരെ കണ്ടുമുട്ടകും, ആ റബ്ബുരെ ജന്നത്തുൽ ഫിർദൗസിൽ ദാഖിലാവും. അള്ളാഹു ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് തരട്ടു. അള്ളാഹു ഞങ്ങൾക്ക് അവൻ്റെ റഹ്മത്ത് കൊണ്ട് അള്ളാഹു ഞങ്ങളെ പൊതിയട്ടു. സഹോദരന്മാരെ, ഇത് റബീഉൽ അവൽ മാസമായിരിക്കും. ഇസ്ലാമിക് കാലണ്ടറിൽ 3-ാമത്തെ തിങ്കായിരിക്കും. റബ്ബു സുബ്ഹാനഹു വ തആല അവൻ്റെ ഖുർആനിൽ നിങ്ങൾക്ക് പഠിപ്പാട്ട ഇന്ന ഇദ്ദത ശുഹൂരി ഇൻദല്ലാഹ് 12 ശഹറൻ ഫീ കിതാബില്ലാഹ് യൗമ ഖലഖസ് സമാവാതി വൽ അർള ഫീഹാ 4 ഹുറും. അള്ളാഹു ആകാശഭൂമി എപ്പോൾ സൃഷ്ടിയാക്കിയാണ്, എത്ര 1000 വർഷമായിട്ടാ, അണ്ട് മുതൽക്ക് ഖിയാമത്ത് നാളത്തോളം തിങ്കളുടെ എണ്ണ ഒരു വർഷത്തേക്ക് 12 12 ഷഹറാൻ 12 തിങ്കായിട്ട്. അത് യൗമ ഖലഖസ് സമാവാതി വൽ അർള, അള്ളാഹു ആകാശഭൂമി സൃഷ്ടിയാക്കിയ അണ്ട് മുതൽക്ക് ഖിയാമത്ത് നാളത്തോളം ഒരു വർഷത്തേക്ക് തിങ്കളുടെ എണ്ണ 12 ഫീഹ 4 ഹുറും, അതിൽ 4 പവിത്രമായ തിങ്കായിട്ട് അള്ളാഹു ഖുർആനിൽ ചൊന്ന. അപ്പോൾ ഈ റബീഉൽ അവൽ മാസമായിട്ട്, അപ്പോൾ ഈ റബീഉൽ അവൽ മാസം ബർമ്പകു മുസ്ലിം സമുദായത്തിലെ ബഹുസംഖ്യാത ആൾമാർ വലിയൊരു ആഘോഷ, വലിയൊരു സംഭ്രമാചരണ അതെല്ലാം ഞങ്ങൾ സാമാന്യ ചെറിയൽ പിന്നമേ കണ്ടുകൊണ്ട് നോക്കിക്കൊണ്ടുള്ളത്. ഞങ്ങളുടെ ചെറിയക്കുമ്പോൾ ഇതെല്ലാം ആയിക്കൊണ്ടല്ല ഇന്ന. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനന, റസൂലുള്ളാഹിയുടെ വഫാത്ത്, ഇത് രണ്ടും സംഭവിച്ച തിങ്കായിട്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തെ വിഷയത്തിൽ ഈ റബീഉൽ അവലിലെ വ്യത്യസ്തമായ ഡേറ്റ് ഉണ്ട് ചൊമ്മ പണ്ഡിതന്മാർ അഭിപ്രായിച്ചൊന്നതാണ്. അതല്ല വേറെ തിങ്കളിൽ റമദാനിലുണ്ട് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുള്ളാർ. പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് ഈ റബീഉൽ അവൽ മാസത്തിൽ ചൊല്ലതുക്ക് എല്ലാ ആലിന്മാരും എല്ലാ പണ്ഡിതന്മാരും അതിൽ ഉമ്മത്ത അഭിപ്രായത്തെ ആൾമാരായിട്ടിരിക്കണം. അപ്പം ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനമാ റസൂലുള്ളാഹിയുടെ മരണമാ ഉണ്ട് ചൊല്ലക്ക് ഉദ്ദേശിക്കാറല്ല. ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിക്കുക ഞങ്ങൾ ഈ മാസത്തെ ഉപയോഗമാക്കണം. സാധാരണ ഞങ്ങൾ എന്താക്കറ ഈ മാസ പർമ്പകു അതിനെ വിമർശിക്കരുത്, അതിനെ അതിന് വിരുദ്ധമായിട്ട് അങ്ങനെ ഒരു കോലാഹലിക്കും. അല്ല, ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനവും മരണവും സംഭവിച്ച മാസമായിട്ടിരിക്കുമ്പോൾ ആ റസൂലുള്ളാഹിയെ പഠിക്കരുത്. അത് ഞങ്ങളെ ബാധ്യതയായിട്ടിരിക്കണം. ആ റസൂലുള്ള എവിടെ ಬಂತು, ಎಂದಿಗೆ ಬಂತು, ಎಂದ್ರ ಚೊಂತು ರಸೂಲುಲ್ಲಾಹ ಎಂದ್ರ ಪಡಿಪಾಟಿತ್ತು, ಎಂದ್ರ ರಸೂಲುಲ್ಲಾಹರ ಜೀವನದ ಉದ್ದೇಶ ಅಂದರೆ ಎಂದ್ರ ಸಂದೇಶ ತಂದು റസൂലുള്ള ഔത്തിലെങ്ങനെ നിന്ത്, പുറത്തിലെങ്ങനെ നിന്ത്, ആൾമാരൊട്ടിಗೆ എങ്ങനെ നിന്ത്, വിശ്വാസിമാരൊട്ടിಗೆ എങ്ങനെ നിന്ത്, അവിശ്വാസിമാരൊട്ടിಗೆ എങ്ങനെ നിന്ത്, റസൂലുള്ളാഹിയുടെ ബിസിനസ് എങ്ങനെ നിന്ത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വര എങ്ങനെ നിന്ത്, ಪ್ರತಿಯೊಂದನ್ನು
റസൂലുള്ളാഹിയുടെ നിങ്ങൾക്ക് മാതരിയുണ്ട്. പരിശുദ്ധ ഖുർആൻ നിങ്ങൾ പഠിപ്പാട്ട് അങ്ങനെ ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, ആ റസൂലിൽ നിങ്ങൾക്ക് അത്യുത്തമമായ മാതരി ഉണ്ടുകൊണ്ട് പഠിപ്പാട്ടിത് ഖുർആൻ. അപ്പോൾ ആ റസൂലുള്ളാഹിനെ പഠിക്കുകയായിട്ട് കൊണ്ടുവന്നോ ഈ തിങ്ക നിങ്ങൾ മാക്സിമം യൂസ് ആക്കേണ്ടത്, ഉപയോഗമാക്കേണ്ടത്. പഠിച്ചിട്ട് നിങ്ങൾ റസൂലുള്ളാഹിനെ, ആ റസൂലുള്ള കാട്ടി തന്ന തെറു, റസൂലുള്ള നടന്ന ആ തെറു നിങ്ങൾ സ്വീകരിക്കുക, നിങ്ങൾ റെഡിയാവണോ. പരിശുദ്ധ ഖുർആനിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും പിടിയുണ്ട് 114 സൂറ ഉള്ളത്. അതിൽ 113 സൂറ ഓതുമ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലാം. ഒരു സൂറത്ത് ഓതുമ്പോൾ ഞങ്ങൾ എന്താക്കില്ല, ബിസ്മില്ല ചൊല്ലില്ല. അത് പരിശുദ്ധ ഖുർആനിൽ 9ാമത്തെ സൂറ, സൂറത്തു തൗബ. ആ തൗബ സൂറത്ത് ഓതുമ്പോൾ ഞങ്ങൾ ബിസ്മില്ല ചൊല്ലില്ല. ചെന്നെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുക പഠിപ്പാടിയില്ല ഞങ്ങൾക്ക്. അതിന് വേറെ കാരണമെല്ലാം ഉണ്ട്, സബബെല്ലാം ഉണ്ട്. ആ സബബ് ഇപ്പൊ ചൊല്ലുകൊണ്ട് ആ തൗബ സൂറത്തിൽ 120 ഒട്ടിക്ക് 129. അതിൽ 128ാമത്തെ ലാസ്റ്റ് മുന്നോട്ട് ആയത്ത്. ആ ആയത്തിൽ അള്ളാഹു ഒരു വ്യക്തിയെ പരിചയാക്കറ, ഗുർത്താക്കറ. സൂറത്ത് തൗബത്തെ അവസാനത്തെ മുന്നോട്ട് ആയത്ത് 128ാമത്തെ ആയത്ത്. ഒരു വ്യക്തിയെ അള്ളാഹു ഗുർത്താക്കി തണ്ട നിങ്ങൾക്ക്. അത് എങ്ങനെ നോക്കൂ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ഇതായിട്ട് ഒരു വ്യക്തിയുടെ വ്യക്തിഗത ചിത്രം. എന്ത് അല്ലാഹു ചൊല്ലതിൽ ലഖദ് ജാഅകും, നിശ്ചയമായിട്ടും നിങ്ങളെ മുറ്റത്തേക്ക് വന്നത് റസൂൽ, ഒരു സന്ദേശത്തെ പ്രചാരാക്കുന്ന ഒരാള് നിങ്ങളെ മുട്ട വന്നു. എവിടെ വന്നത്? മിൻ അൻഫുസികും, അയാൾ വിദേശത്തെ വന്ന ആളല്ല. മിൻ അൻഫുസികും, അയാൾ ആകാശത്തെ വന്ന ആളല്ല. മിൻ അൻഫുസികും, അയാൾ ഭൂമിയുടെ അടിയിൽ വന്ന ആളല്ല. മിൻ അൻഫുസികും, അയാൾ എങ്ങനെ സമുദ്രത്തിൽ നീന്തിട്ട് വന്ന ആളല്ല. മിൻ അൻഫുസികും, അയാൾ വന്നത് നിങ്ങളെ കൂട്ടത്ത്, നിങ്ങളെ ഇളയങ്ങമുത്ത്, നിങ്ങളെ റായത്തെ, നിങ്ങളെ സംബന്ധത്തെ, നിങ്ങളെ രക്തസംബന്ധത്തെ, ആരുള്ളാറ നിങ്ങളെ ഭാഷ പൽക്ക പറയുന്ന ആള്, ആ ആളായിട്ട് നിങ്ങൾക്ക് സന്ദേശ പ്രചാരത്തേക്ക് വന്നര മാത്രല്ല. പിന്നെ അള്ളാഹു ചൊല്ല അസീസുൻ അലൈഹി മാ അനിത്തും. റസൂലുള്ളാഹിനെ അള്ളാഹു പരിചയാക്കറേ, ആൾമാർക്ക് അറബിമാർക്ക് പരിചയാക്കി കൊടുക്കറേ. അസീസുൻ അലൈഹി മാ അനിത്തും, നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടപ്പെടരുത്, നിങ്ങളെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടം സംഭവിക്കരുത്. ആ വ്യക്തിക്ക്, ആ സന്ദേശവാഹകക്ക്, ആ റസൂലുക്ക് തടയുകയില്ല. റസൂലുള്ളാഹിനെ അള്ളാഹു നിങ്ങൾക്ക് പരിചയാക്കി തണ്ടേ. നിങ്ങൾക്ക് റായത്തെ ആൾമാർക്ക് എന്തെങ്കിലും നഷ്ടം സംഭവിക്കരുത്, കഷ്ടം സംഭവിക്കരുത്, ദുഃഖം സംഭവിക്കരുത്. ആ റസൂലുക്ക് സഹിക്കുകയില്ല. പിന്നെ ഹരീസുൻ അലൈക്കും, നിങ്ങളെ യശസ്സുകു, നിങ്ങൾ ജയിക്കൂ, നിങ്ങൾ യശസ്സിനെ തുതികേറു വേണ്ടിയിട്ട് ആ റസൂൽ ഹംബലിസർ, അയാൾ ആശപ്പെട്ടു. ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, ആ റസൂൽ, ആ സന്ദേശവാഹക മുഅ്മിനായ ആൾമാരെ മേലിൽ അതിയായ ദയേ ദാക്ഷിണ്യ ദയാളുവായിട്ട് കയറി. ഇവിടെ അല്ലാഹു 2 പേർ ചെന്ന് റഊഫ് റഹീം. 6 റഊഫ് റഹീം സാധാരണ നിങ്ങൾ അള്ളാഹു വരെ 90 പേരുണ്ട്. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ. റബ്ബ് നിങ്ങൾ പഠിപ്പാട്ടെ, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, അല്ലാഹുക്ക് ചന്തത്തെ പേരുണ്ട്. ഫദ്ഉഹു ബിഹാ, ആ പേര് ചൊന്നിട്ട് നിങ്ങൾ റബ്ബുറൊട്ടിക്ക് ദുആ കറൂ. ആ റബ്ബുടെ പേരായിട്ട് റഊഫുർ റഹീം, ആ റബ്ബുടെ പേരായിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആ 2 അള്ളാഹുടെ പേര് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഫത്തായിട്ട് അള്ളാഹു കൊടുത്തേ, ഞങ്ങൾ കൊടുക്കറല്ല. അതായിട്ട് റസൂലുള്ള ഞങ്ങളെ പോലെ സാമാന്യ വ്യക്തിയല്ല.
സാമാന്യ മനുഷ്യല്ല ഞങ്ങളെ പോലത്തെ റസൂലുള്ള. കണ്ണ് കൈ മൂക്കുമായുണ്ട്, ഉമ്മര വേത്ര ബന്ധന കറക്റ്റ് അല്ല. ആ റസൂലുക്ക് അല്ലാഹുരെ സപ്ത ഗഗനത്തപ്പുറത്ത് അല്ലാഹുരെ അർശിലെ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം മുഖാന്തര വഹീ ബണ്ട റസൂലുള്ളാഹ് വഹീ ബണ്ട റസൂലായിട്ടിക്കറ്. സാധാരണ വ്യക്തിത്വമല്ല റസൂൽ. ആ റസൂലുള്ളാഹുരൊട്ടിക്ക് നിങ്ങൾ എങ്ങനെ പെരുമാറണോ ആര് പഠി ಅದಕ್ಕೆ ನಂಗೆ ಚೊಂತಂಡ ಅಲ್ಲಾಹು എങ്ങനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൊട്ടിಗೆ ഞങ്ങ എങ്ങനെ പെരുമാറണു, എങ്ങനെ പൽക്ക പറയണു, റസൂലുള്ളാഹിന്റെ എതിരിൽ എങ്ങനെ നിൽക്കണു, ഞങ്ങൾക്ക് ഇത് ചൊന്തണ്ട ആറ് അല്ലാഹു ചൊന്തണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ സാധാരണ ബായിൽ ചൊന്നിട്ട് ഞങ്ങൾക്ക് ഒരു ലോക്കൽ പോലെ കണ്ടല്ല. അസാമാന്യ വ്യക്തിത്വത്തെ അല്ലാഹുവിന്റെ അർശിനപ്പുറത്തെ ജിബ്രീലിന്റെ മുഖാന്തര വഹീ ബണ്ട റസൂലായിട്ടിക്കറ്. അല്ലാഹു ആ റസൂലിന്റെ ഒട്ടിಗೆ ಅತಿಯಾയ ಗೌರವ ಕಾಟಿತ್ತು, ಅದಬು ಕಾಟಿತ್ತು. ആൾമാരൊട്ടിക്ക് ചൊന്തു ആ റസൂലുള്ളാഹിന്റെ നിങ്ങൾ പളക്ക പറയുമ്പോൾ അതബില് പളക്ക പറയണു. അതബ് കേട്ടില് പളക്ക പറയണ്ട. അതൊക്കെ സൂറത്ത് ഹുജറാത്ത് പരിശുദ്ധ ഖുർആനിലെ 41 സൂറ. ഖുർആനിലെ 41 സൂറ. ആ സൂറത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൊട്ടിക്ക് എങ്ങനെ പളക്ക പറയണു അള്ളാഹു പഠിപ്പാട്ട്. ഞങ്ങൾ ആ സാധാരണ ഞങ്ങളെ ലോക്കൽ ആൾമാർ പഠിപ്പാട്ടുള്ളത് റബ്ബുരെ ഖുർആനായിട്ടിരിക്കരുത്. സൂറത്ത് ഹുജറാത്ത് നിങ്ങൾ ഓപ്പൺ ആക്കിയിട്ട് നോക്കും. 41 സൂറത്ത് തുടങ്ങുന്നത് നോക്കി എങ്ങനെയുണ്ട് ആ സൂറത്ത്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا എന്നൊരു വിഷയം മനസ്സിലാക്കുന്നു. സൂറത്ത് ഖുർആനിൽ എവിടെ യാ അയ്യുഹല്ലദീന ആമനു വന്ന് പരിശുദ്ധ ഖുർആനിൽ സാധാരണ ഒരു 80 ഒളിമ്പ പ്ലേസിൽ കാണുന്നു നിൽക്കുന്ന എൻ്റെ ഓർമ്മ സമായെങ്കിൽ 80 ഒളിമ്പ പ്ലേസിൽ പരിശുദ്ധ ഖുർആൻ വിളിക്കുന്നത് യാ അയ്യുഹല്ലദീന ആമനു യാ അയ്യുഹല്ലദീന ആമനു ഉണ്ട്. യാ അയ്യുഹല്ലദീന ആമനു ഏ വിശ്വാസിമാരേണ്ട് അല്ലാഹു എവിടെ വിളിച്ചാണ് അങ്ങനെ അല്ലാഹു വിളിച്ചെങ്കിൽ അതിന് പിന്നെ അല്ലാഹു ചൊല്ലുന്ന പളക്ക അത് സീരിയസ് വിഷയായിട്ടിക്കരുത്, സാമാന്യ വിഷയായിട്ടിക്കല്ല. യാ അയ്യുഹല്ലദീന ആമനു ഉണ്ട് അല്ലാഹു എവിടെ ചൊന്നാണ് അതിൽ പിന്നെ അല്ലാഹു ചൊല്ലുന്ന പളക്ക അത് വെരി സീരിയസ് ആയിട്ടിക്കരുത്. ഉടനെ അല്ലാഹു ചൊല്ലുന്ന യാ അയ്യുഹല്ലദീന ആമനു ഏ വിശ്വാസിമാരെ അല്ലാഹുവിന്റെ മേലും പരലോകത്തെ മേലും വിശ്വാസം വെച്ച വിശ്വാസിമാരെ ലാ തുഖദ്ദിമൂ നിങ്ങൾ മുന്നോട്ട് പോകണ്ട, ഓവർടേക്ക് ആക്കണ്ട. നിങ്ങൾ ബൈന യദയില്ലാഹി വറസൂലിഹി അല്ലാഹുടെയും അല്ലാഹുടെ റസൂലിന്റെയും മീറിറ്റ് അല്ലാഹുടെ റസൂലുള്ളാഹിന്റെ പളക്ക മീറിറ്റ് അങ്ങനെ ആജ്ഞ മീറിറ്റ് നിങ്ങൾ അതിനെ ബ്രേക്ക് ആക്കിയിട്ട് നിങ്ങൾ മുന്നോട്ട് പോകണ്ട. പിന്നെ റബ്ബു ചൊല്ലുന്ന വത്തഖുല്ല അല്ലാഹുരെ നിങ്ങൾ സൂക്ഷിക്കറു, നിങ്ങൾ അല്ലാഹുരെ നിങ്ങൾ പേടിക്കറു. ഇന്നല്ലാഹ സമീഉൻ അലീം അല്ലാഹു എല്ലാം സൂക്ഷ്മമായിട്ട് കേൾക്കറവണു, ಎಲ್ಲತ್ತ സർവജ്ഞാനിയായിട്ട് കേൾക്കറാണ് ചെല്ലുന്നത്. അതേ സൂറത്ത് ഹുജറാത്തിൽ 2-ാമത്തെ ആയത്തിൽ പിന്നെയും അല്ലാഹു വിളിക്കറ. 2-ാമത്തെ വിളിക്കറ പിന്നെ വിളിക്കറ യാ അയ്യുഹല്ലദീന ആമനു വിശ്വാസിമാരെ. യാ അയ്യുഹല്ലദീന ആമനു അല്ലാഹു എവിടെ വിളിച്ചാണ് അതിന് പിന്നെ വേണ്ടത് സീരിയസ് മാറ്റർ ആയിട്ടേക്കറ്. ഊടെയും അല്ലാഹു ചൊല്ലുന്ന വിശ്വാസിമാരെ ലാ തർഫഉ അസ്വാതക്കും എന്നിട്ട് ചൊല്ലുന്ന അല്ലാഹു ലാ തർഫഉ അസ്വാതക്കും നിങ്ങളുടെ സൗണ്ട് നിങ്ങളുടെ ശബ്ദം ഹൈ ശബ്ദാക്കണ്ട. നിങ്ങൾ ജോറിൽ പളക്ക പറയേണ്ട. നിങ്ങൾ എങ്ങനെ ഫൗക സൗത്തിൻ നബി റസൂലുള്ളാഹിന്റെ പളക്കത്താട്ടി യാര് റസൂലുള്ളാഹിന്റെ സൗത്താട്ടി യാര് റസൂലുള്ളാഹിന്റെ പളക്കത്തെ ശബ്ദത്താട്ടി യാര് ജോറ് സൗണ്ടിൽ നിങ്ങൾ റസൂലുള്ളാഹിന്റെ മുട്ട പളക്ക പറയേണ്ട. നിങ്ങൾ ആറ് അല്ലാഹു ചൊല്ലുന്നുണ്ട് നിങ്ങൾക്ക് റസൂലുള്ളാഹിന്റെ എങ്ങനെ പളക്ക പറയണോ. റസൂലുള്ളാഹിന്റെ ഞങ്ങൾ പളക്ക പറയേണ്ട രീതി അതവ് നിങ്ങൾക്ക് പഠിപ്പാട്ട റബ്ബായിട്ടിക്കറ. ലാ തർഫഉ അസ്വാതക്കും ഇല്ല നിങ്ങളുടെ സൗണ്ട് നിങ്ങൾ യാറാക്കുകയില്ല. ഫൗക സൗത്തിൻ നബി നബിയുടെ സൗണ്ട് ആട്ടി യാരും നിങ്ങൾ ജോർ പളക്ക പറയുകയില്ല. പിന്നെ അല്ലാഹു ചൊല്ലുന്ന വലാ തജ്ഹറു ലഹു ബിൽ ഖൗൽ കജഹരി ബഅദികും ലിബഅദ്
നിങ്ങൾ പരസ്പരം പളക്ക പറയുമ്പോൾ ഞങ്ങൾ എന്താക്കറ ചങ്ങായിമാരെ വിളിക്കുമ്പോൾ പേര് ചെന്നിട്ട് വിളിച്ചിട്ട് തമാസാക്കിയിട്ട് ചിരിച്ചിരി കളിച്ചിട്ട് പളക്ക പറയടാ. പക്ഷേ നിങ്ങൾ പരസ്പര പളക്ക പറയുമ്പോൾ നിങ്ങൾ പരസ്പരം വിളിക്കും പോലെ റസൂലുള്ളാരൊട്ടിക്ക് നിങ്ങൾ പളക്ക പറയുമ്പോൾ നിങ്ങൾ ആ നിലക്ക് നിങ്ങൾ റസൂലുള്ളാരൊട്ടിക്ക് വർത്തനാക്കുക തീറ. നിങ്ങൾ അദബിൽ വേണു, അച്ചടക്കത്തിൽ വേണു, നിങ്ങളെ ശബ്ദ താത്തിട്ട് വേണു നിങ്ങൾ. പിന്നെ റബ്ബ് ചൊല്ലുടാ അൻ തഹ്ബത അഅ്മാലക്കും വഅൻതും ലാ തശ്ഉറൂൻ. ഇതിക്ക് വിരുദ്ധമായിട്ട് നിങ്ങൾ നടന്നെങ്കിൽ, ഇതിക്ക് ഈ അല്ലാഹുവിന്റെ ഈ കൽപ്പനയ്ക്ക് വിരുദ്ധമായിട്ട് നിങ്ങൾ നടന്നെങ്കിൽ നിങ്ങൾക്ക് പിടിയില്ലാണ്ട് നിങ്ങൾ ആക്കിയ നിസ്കാര, നിങ്ങളെ നോമ്പു, നിങ്ങൾ ഇബാദത്ത് എന്തിനുണ്ടോ നിങ്ങൾ ചുമ്മ തിരിച്ചിട്ട് പറഞ്ഞ അതുണ്ടോ ഇതുണ്ടോ ചുമ്മ ഉണ്ടെന്ന് എൻ്റെ ഒട്ടിക്കാണ്ട് അതെല്ലാം അഅ്മാലുക്കും, നിങ്ങളെ അമൽ എന്തിനുണ്ടോ ഇബാദത്ത് എന്തിനുണ്ടോ എല്ലാം നിഷ്ഫലമായി വിടുവോ. നിങ്ങൾക്ക് പിടിയില്ലാണ്ടായിട്ട് കൂട്ടാറ് അള്ളാഹു നിങ്ങൾക്ക് എച്ചരിക്കുന്നുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി നിങ്ങൾ അദബ് കാട്ടിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കേണ്ട ഗൗരവം കൊടുത്തു. ആ നിലക്കായിട്ട് കൊണ്ട് നിങ്ങൾ റസൂലുള്ളാഹിക്ക് വർത്താനാക്കേണ്ടത്. പിന്നെ അള്ളാഹു ചൊല്ലുക റസൂലുള്ളാഹിന്റെ എതിരിൽ റസൂലുള്ളാഹിന്റെ മുട്ടത്തിൽ സൗണ്ട് കൊറോടിയാക്കിയിട്ട് ആ അദബുൽ ആറ് പൽക്ക പറഞ്ഞാണ് അവന്റെ സ്ഥാനമാണ്. അള്ളാഹു ചൊല്ലുക ഇന്നല്ലദീന യഗുദ്ദൂന അസ്വാതഹും ഇൻദ റസൂലില്ലാഹി ഉലൈകല്ലദീന ഇംതഹനല്ലാഹു ഖുലൂബഹും ലിത്തഖ്വ ലഹും മഗ്ഫിറത്തുൻ വഅജ്റുൻ അസീം. ഇന്നല്ലദീന യഗുദ്ദൂന അസ്വാതഹും ഇൻദ റസൂലില്ലാ, അല്ലാഹുവിന്റെ റസൂലിന്റെ മുട്ട, റസൂലുള്ളാഹിന്റെ മുട്ട ശബ്ദ സൗണ്ട് സൗത്ത് ആറ് കൊറോടിയാക്കറാണ്, മെല്ലെ പൽക്ക പറയടാണ്. ഉലൈകല്ലദീന ഇംതഹനല്ലാഹു ഖുലൂബഹും, അങ്ങനത്തെ അദബ് കാട്ടിയ മനുഷ്യന്മാരെ ഖൽബിനെ അല്ലാഹു തെരഞ്ഞെടുത്തറ, അല്ലാഹു പരീക്ഷയ്ക്ക് ഗുരിയാക്കിറ. തഖ്വത്തേക്ക് വേണ്ടിയിട്ട് അല്ലാഹു അങ്ങനെ എന്താക്കിற പ്രശസ്തി കൊടുത്തറ. അല്ലാഹു തഖ്വത്തേക്ക് വേണ്ടി അങ്ങനത്തെ ആൾമാർ അല്ലാഹു തെരഞ്ഞെടുത്തറ. മാത്രമല്ല അങ്ങനത്തെ ആൾമാർക്ക് റസൂലുള്ളാഹിന്റെ മുട്ട അദബ് കാട്ടിട്ട് മെല്ലെ പളക്കത്തിൽ പളക്ക പറയടങ്ങ, സൗണ്ട് മെല്ലാക്കിയിട്ട് പളക്ക പറയടങ്ങ. ലഹും മഗ്ഫിറ, അങ്ങക്ക് അല്ലാഹുവിന്റെ മഗ്ഫിറത്തുണ്ട്. വഅജ്റുൻ അസീം, അത്യുത്തമമായ പ്രതിഫലം കൊണ്ടു. ഇതായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ അള്ളാഹു നിങ്ങൾക്ക് പരിചയമാക്കി തന്നത്. അപ്പൊ ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ ഭൂമിക്ക് എന്തൊക്കെ അള്ളാഹു കടത്തിയേ. ഞങ്ങൾ സാധാരണ ഇപ്പോൾ റസൂലുള്ളാഹിന്റെ പേര് കേൾക്കുമ്പോൾ ഞങ്ങൾ തിരിച്ചിട്ട് ഞങ്ങൾക്ക് നോമ്പ് പിടിക്കൽ എങ്ങനെ പഠിപ്പാട്ടകൂ, ഞങ്ങൾക്ക് നിസ്കാര പഠിപ്പാട്ടകൂ, ഞങ്ങൾക്ക് ഹജ്ജ് ഉംറ പഠിപ്പാട്ടകൂ, മസ്ജിദിക്ക് ബറക്ക് പഠിപ്പാട്ടകൂ, ഖുർആൻ പഠിപ്പാട്ടകൂ. അല്ല, അത്രയ്ക്ക് മാത്രമല്ല, അത്രയ്ക്ക് മാത്രം അല്ലാഹുവിന്റെ റസൂലിന്റെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു കടത്തിയത് അത്രയ്ക്ക് മാത്രമല്ല. പിന്നെ ഞങ്ങളുടെ ജീവനത്തെ ആമൂലാഗ്ര ഒരാളെ ജനിച്ചെങ്കിൽ ഉമ്മരെ പേത്രി വന്നിട്ട് അയാൾ മരിക്കലോടത്തോളം അയാളെ ജീവനത്തിൽ എന്തെല്ലാം ಬೆಳವಣಿಗೆ അവിടെ എന്തെല്ലാം സന്ദർഭമുണ്ട്. ആ പ്രതി സന്ദർഭത്തിലും അവന് ഏത് രീതിയിൽ വർത്തനാക്കണു അതെല്ലാം പഠിപ്പാട്ടൊക്കെ വേണ്ടിയായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു കടത്തിയത്. ആ റസൂലായിട്ട് ഞങ്ങൾക്ക് മാതരി, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് വഴികാട്ടി, ആ റസൂലായിട്ട് നിങ്ങൾക്ക് ദാരിദീപ, ആ റസൂലായിട്ട് നിങ്ങൾക്ക് ಬೆಳಕು. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ അനുസരിക്കുക. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടിക്ക് നാളെ പരലോകത്തിൽ ജന്നത്തുൽ ഫിർദൗസിൽ ഒട്ടിക്ക് ചേർക്കും. അല്ലാഹു ഞങ്ങൾക്കും ഞങ്ങളെ അബ്ബ ഉമ്മമാർക്കും ഞങ്ങളെ പെഞ്ഞായി മക്കൾക്കും അല്ലാഹു തൗഫീക്ക് തന്നിട്ട് അല്ലാഹു ഞങ്ങളെ അനുഗ്രഹിക്കുമാരാകാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على محمد وعلى آل محمد. رب اشرح لي صدري ويسر لي أمري
വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഇബാദല്ലാഹ് ഇത്തഖുല്ലാഹ്. സഹോദരന്മാരെ, റബ്ബുൽ ഇസ്സത്തായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശ നിങ്ങൾ ജീവനത്തെ എല്ലാ സന്ദർഭത്തിലും പാലനാക്കിയിട്ട് നല്ലങ്ങായിട്ട് ചെയ്യിക്കൂ. അള്ളാഹു ഞങ്ങൾ എല്ലാവർക്കും തൗഫീക്ക് തരട്ട്. അള്ളാഹു ഞങ്ങൾ അനുഗ്രഹിക്കുമാറാണ്. സഹോദരന്മാരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെ ജനനവും മരണവും സംഭവിച്ച ഈ മാസത്തിൽ ആ റസൂലുള്ളാഹിയുടെ ജീവന അതിലൊരു ഇണുക്കുനോട്ട ഞങ്ങളുടെ ജീവനത്തിൽ അത്യഗത്യായി. അപ്പോൾ റസൂലുള്ള നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് മാത്രമല്ല. ഇപ്പം ഞങ്ങളുടെ കൂട്ടത്തിൽ ബാണിയാക്കരാൾമാരുള്ളാറ്, മുതലാളിമാരുള്ളാറ്, തൊഴിലാളിമാരുള്ളാറ്, കാർമികന്മാരുള്ളാറ്, സമ്പത്ത് ഇന്നങ്ങുള്ളാറ്, ഇല്ലാത്തങ്ങുള്ളാറ്, കർത്തങ്ങുള്ളാറ്, ബെൽത്തങ്ങുള്ളാറ്, എല്ലാ നിലക്കുമുള്ള ആൾമാരുള്ളാറ് ഞങ്ങളെ കൂട്ടത്തിൽ. അപ്പോൾ എല്ലാ നിലക്കുമുള്ള ആൾമാർക്കും ആർക്കും ഒരു ഉപദ്രവത്തെ പോലെ, ആർക്കും ഒരു നഷ്ടാവത്തെ പോലെ ആ ഒരു ബാലൻസ്, ആ സമതോലനത്തിൽ എങ്ങനെ ചെയ്യിക്കണു, അത് റസൂലുള്ള ഞങ്ങൾക്ക് പഠിപ്പാട്ട്. ഇസ്ലാം ചെന്നെങ്കിൽ കേവലം നിസ്കാരം, നോമ്പ്, കട്ടവണ്ട കൈ കുത്തുന്നത്, അല്ലെങ്കിൽ വേറെ എന്താ തലപ്പാറപ്പാട്ടുന്നത്, അല്ലെങ്കിൽ കല്ലടിച്ചിട്ട് കൊള്ളുന്നത്, അതും അല്ല. ഇസ്ലാം ഒരു മാനവീയ മുഖ. ഇസ്ലാമിലെ ആ മാനവീയത്തെ ഞങ്ങൾ പഠിച്ചിട്ടില്ല. ഞങ്ങൾ നിസ്കാരം, നോമ്പ് മാത്രം പഠിച്ചത് ഞങ്ങൾ അത്ര മാത്രം ഞങ്ങൾ ചൊന്ന. പക്ഷെ ഇസ്ലാമിലെ മാനവീയ മുഖ ഞങ്ങൾ ആൾമാർക്ക് പഠിപ്പാട്ട് കൊടുക്കുന്ന വിഷയത്തിൽ ഞങ്ങൾ പിറവുചാറുക. നിങ്ങൾ അതിൽ ചെമ്മ പിറവുള്ള ഞങ്ങൾ പബ്ലിക് സ്പീച്ച് എല്ലാക്കരുത്, നിങ്ങൾ ബാക്കിയുള്ള സ്പീച്ചെല്ലാം വെക്കറ. പക്ഷെ ആ ഇസ്ലാമിലെ മാനവീയ മുഖ അന്യ സമുദായത്തെ, സഹോദര സമുദായത്തെ ആൾമാർക്ക് പഠിപ്പാട്ടി കൊടുക്കുന്ന വിഷയത്തിൽ ഞങ്ങൾ ചെമ്മ പിറവുള്ള ഞങ്ങൾ ബാക്കിയുള്ള വിഷയം ഞങ്ങളെ സമുദായത്തിന് വേണ്ടതെല്ലാം ഞങ്ങൾ ചൊല്ല. പക്ഷെ സഹോദര സമുദായം ഉണ്ട്, അങ്ങ് കാതോർത്തോണ്ടിരിക്കാറ്. അങ്ങനെ മനസ്സിൽ ചുമ്മ തപ്പ് കൽപ്പന ഉണ്ട് ഇസ്ലാമിന്റെ വിഷയത്തിൽ. പക്ഷെ ആ തപ്പുരെ തിദ്ദും പോലത്തെ സ്വറ ഞങ്ങൾ ആക്കിയിട്ടില്ല. ഞങ്ങൾ ഉണ്ട് പബ്ലിക് സ്പീച്ച് ആക്കുക, ഞങ്ങൾ വേറെ ഒരു മലയാളത്തിലൊരു സ്പീച്ച്. പക്ഷേ പബ്ലിക് ആൾമാർക്ക്, സഹോദര സമുദായത്തേക്ക് പിടിയാവും പോലത്തെ, അങ്ങക്ക് പിടിയാവും പോലത്തെ ഭാഷ, ഞങ്ങളുടെ രാജ്യഭാഷ, ഞങ്ങളുടെ കന്നഡ ഭാഷ, അതിലൊരു സ്പീച്ച് കൊടുക്കരുത്. ആൾമാർക്ക് ഇസ്ലാമിനെ പരിചയമാക്കരുത്, ആൾമാർക്ക് അള്ളാഹുടെ റസൂലിനെ പരിചയമാക്കരുത്, ആൾമാർക്ക് പരിശുദ്ധ ഖുർആന്റെ പരിചയമാക്കരുത്. ആ സ്വരത്തിൽ നിങ്ങൾ സീറോ, ഞാൻ ഓപ്പൺ ചൊല്ലത്, നിങ്ങൾ സീറോ ആയിട്ടുള്ള തപ്പ് നിങ്ങൾ ആക്കരുത്. ഇസ്ലാം ഞങ്ങൾക്ക് മാത്രം അള്ളാഹു തന്നതല്ല. പരിശുദ്ധ ഖുർആൻ അള്ളാഹു ഞങ്ങൾക്ക് മാത്രം ഒണിപ്പാട്ടി ബേക്കുക തന്നതല്ല. പരിശുദ്ധ ഖുർആൻ ഞങ്ങൾക്ക് മരിച്ചോട് ഓതൊക്കെ വേണ്ടി മാത്രം തന്നതല്ല. പരിശുദ്ധ ഖുർആൻ ഞങ്ങൾക്ക് റമദാൻ വന്നിട്ട് നമുക്ക് മാത്രം ഓതൊക്കെ തന്നതല്ല അള്ളാഹു. അത് ദാരി ദീപ്പായിട്ടിക്കറ്, ആർക്ക് ഒരു കണ്ണ് കാണാത്ത മനുഷ്യക്ക് ഊറുകോളിക്കറ്, ഒരു കൈ ഒരു കോളിക്കറ്, ആ കോള് കുത്തിട്ട് കോൾഡ് അന്താജിൽ ചങ്ങായി പോണ്ട്. അതേപോലെ ചിമ്മല് പോകുമ്പോൾ ഞങ്ങൾക്ക് ടോർച്ച് വേണം അവിടെ നിങ്ങൾ. അതുപോലെ ഭൂമിയിൽ നടക്കുന്ന മനുഷ്യക്ക് ആ സ്വർഗത്തെ തെരുവെത്തണമെങ്കിൽ അവനുക്കുള്ള ടോർച്ച് ലൈറ്റ് ആയിട്ടിക്കറ്, ദാരി ദീപായിട്ടിക്കറ് പരിശുദ്ധ ഖുർആൻ. പക്ഷെ ആ ഖുർആന്റെ ഞങ്ങൾക്ക് മാത്രമായിട്ട് വെച്ച ഞങ്ങളതിനെ ബച്ചി വെച്ച ഒണിപ്പാട്ടി വെച്ച പോലെയൊക്കെ പക്ഷെ അതിലെ ആൾമാർക്ക് പിടിയാക്കരുത്, അതിനെ പരിചയാക്കരുത്. അതിന്റെ ഉൾഗത്തിൽ അതിന്റെ ഉത്സാഹം എന്തുണ്ടോ അത് പഠിപ്പാട്ടി കൊടുക്കുന്ന വിഷയത്തിൽ ഞങ്ങൾ സോത്തുപുട്ട അള്ളാഹു ഞങ്ങളോടേക്ക് കേൾക്കും. ആ വിഷയത്തിൽ ഇസ്ലാമിന്റെ മാനവീയത്വ മുഖത്തെ ഒരു 1-2 സാമ്പിൾ എന്നാ ചൊല്ലുന്നത്. അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മോണായിട്ടിരിക്കുന്നു. അതിൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുടെ റസൂൽ ചൊന്തു, ഒരാൾ ഒരു സ്വർത്തുക്ക് ഒരാളെ വിളിച്ചിട്ട്, ഔത്തിലൊരു കൂലി സ്വർത്തുക്ക് ഒരാളെ വിളിച്ചിട്ട് സ്വറാഖ് പാട്ടി അസറാകുമ്പോൾ അയാൾക്ക് കൊടുക്കേണ്ട ശമ്പളം കൊടുക്കേണ്ട ടൈമാകുമ്പോൾ എന്താക്കിയിട്ട് ഈ ഔത്ര ധനി എന്താക്കിയിട്ട് അയാളുടെ ഭർത്ത തപ്പാട്ടി ഇയാൾ കാത്തെത്തി സ്വറാക്കിയ ആൾ അസർ. പിന്നെ ഇയാൾ ഇപ്പൊ ധനി ബണ്ട് കാത്തെത്തി ജാവത്തോളം ഇല്ല ഇയാൾ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിഷയപടിയായി റസൂലുള്ള ചൊല്ലുന്നത്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഅതുൽ അജീറ അജ്റഹു ഖബ്ല അൻ യജുഫ അർഖഹു.
അങ്ങനെ ഒരു കാർമിക ഒരു സ്വർത്തക്ക് വേണ്ട ഒരു കൂലി സ്വർത്ത ആളും അയാളുടെ വിഷയത്തിൽ റസൂലുള്ള ധ്വനിയത്തിൽ ഇതപ്പോ ഉണ്ട് നിങ്ങൾക്ക് ഈ കാർമികമാരുടെ വിഷയത്തിൽ ഉണ്ട് എന്താ സർക്കാരത്തെ മട്ടത്തിൽ എന്തിരിക്കറ് ഒരു അധികൃത കാത്തയ്ക്കറ് അതിക്ക് മന്ത്രിക്കറ് അതിക്ക് ഓഫീസേഴ്സ്മാരിക്കറ് അത് ഉണ്ട്. പക്ഷേ 1400 വർഷத்துக்கு മുന്നുള്ള 100 വർഷമല്ല 200 അല്ല 300 അല്ല 1400 വർഷத்துக்கு മുന്നുള്ള പാവത്താൾമാർ അടിമമാരെ കാൽ കണ്ടിട്ട് ചവിട്ടി പണിയുന്നാറ് ഒരു നിലയും വിലയും ഇന്നിട്ടില്ല. അങ്ങനത്തെ സന്ദർഭത്തിലായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാർമിക വർഗത്തുക്ക് അധ്വാനിക്കുന്ന വർഗത്തുക്ക് ദുടിമാക്കുന്ന വർഗത്തുക്ക് ദാരിദ്ര്യപ്പായിട്ട് അങ്ങക്ക് ആശ്രയം കൊടുക്കുമ്പോഴത്തെ അങ്ങക്ക് ഊറുകോലായിട്ട് റസൂലുള്ള ബന്ധ് റസൂലുള്ള ചെന്ന് ആറ് ഒരു കാർമിക്കുള്ളാണ് നിങ്ങൾ സ്വർത്തക്ക് വിളിച്ചാണ് കൂലി സ്വർത്തക്ക് അവന്റെ ശമ്പളം നിങ്ങൾ കൊടുക്കൂ. അവൻ സ്വറാക്കിട്ട് അവന്റെ തടിയുള്ള വേർപ്പു ആ ബെവറു അത് ആറുന്നതിക്ക് മുന്നുള്ളൂ വണങ്ങുന്നതിക്ക് മുന്നുള്ളൂ അവന്റെ ശമ്പളം നിങ്ങൾ കൊടുത്തു വിടറൂ. അത് പോയിസൺ ആയിട്ടിക്കറ് ആ ബേർപ്പു ബെസർപ്പു എന്തേ ಅದರ ರಬ್ಬರ ಮುಟ್ಟತ್ತಿಗೆ ಅದರ ഒരു വിളി കേട്ടെങ്കിൽ ആ റബ്ബ് സഡൻലി അത് ഉത്തര തണ്ടാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ടായ ഒരു ഹദീസ് നാ ചൊല്ലുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്തണ്ട് ഒരു ഖുദ്സിയായ ഹദീസ് ആയിട്ടിക്കറ്. ഹദീസിന്റെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായതായിരിക്കും ഖുദ്സിയായ ഹദീസ്. അതിൽ അല്ലാഹു ചൊല്ലുടെ ഒരു പളക്ക റസൂലുള്ള ചൊന്തണ്ട് അല്ലാഹു ചൊല്ലുടെ സലാസത്തുൻ അന ഖസമഹും യൗമൽ ഖിയാമ റബ്ബു ചൊല്ലുടെ പളക്കൈതി റസൂലുള്ള അങ്ങ് ചൊന്തണ്ട് സലാസത്തുൻ അന ഖസമഹും യൗമൽ ഖിയാമ 3 വിഭാഗ ആൾമാർക്ക് നാളെ പരലോകത്തിൽ ശത്രുവായിട്ടിക്കുവേ. ആറ് അല്ലാഹു ശത്രുവായിട്ടിക്കുക 3 വിഭാഗ ആൾമാർ. ആരല്ലത് റസൂലുള്ള ചൊല്ലുടെ റജുലുൻ ഒരാൾ നന്റെ പേര് ചൊന്നിട്ട് സത്യയിട്ട ആണയിട്ട അല്ലാഹനെ വല്ലാഹി നാ തണ്ടേ വല്ലാഹി നാ പോണ്ടേ വല്ലാഹി നാ കൊടുക്കറേണ്ട്. പക്ഷെ അവന് തപ്പിട്ട് നടന്ന നന്റെ പേരിൽ ആണയിട്ടിട്ട് അതിക്ക് വിരുദ്ധമായിട്ട് നടന്നെങ്കിൽ ആ മനുഷ്യക്ക് നാളെ പരലോകത്തിൽ നാന് ശത്രുവായിട്ടിക്കുവേ അല്ലാഹ് ചൊല്ലുടെ പളക്കായിട്ടിക്കത്. രണ്ടാമത്തത് റസൂലുള്ള ചൊല്ലുണ്ട് അല്ലാഹു ശത്രുവായ ഒരു മനുഷ്യ ഒരു മനുഷ്യരെ കൊണ്ടുപോയിട്ട് വിക്രാറ് സേലാക്കറ എങ്ങനെ ഇണ്ടില്ല അത് ഉണ്ട് വേറെ രൂപത്തിൽ വിസത്തെ പാണിയാക്കണങ്ങുള്ളാറ് ഗൾഫിലെ വിസ പാണിയാക്കിയിട്ട് ഊടറെ കുറേ പാവത്താൾമാർ ഇരിക്കാറ് ചൊറയില്ലാത്ത ആൾമാർ അങ്ങ് എങ്ങനെങ്കിലും രക്ഷപ്പെടണമെന്ന് എന്താക്കാറ് ഒരു വിസ കിട്ടക്ക് വേണ്ടി കാത്തോണ്ടിരിക്കാറ്. ഇത്ര ഏജന്റുമാർ എന്താക്കാറ് ഊടുത്ത ആൾമാർക്ക് അങ്ങ് ഒരു ആശ പിടിപ്പാട്ടാറ് അതുണ്ടോ ആസറുണ്ടോ ഇതുണ്ടോ അങ്ങനെ ഇയാളൊട്ടിക്ക് ഇങ്ങളൊട്ടിക്ക് ആ ഒരു വിസത്തേക്ക് ലക്ഷക്കണക്കിൽ ഉറുപ്പ എടുക്കാറ്. പക്ഷേ ഈ കൂലി സ്വർത്ത് അങ്ങ് ലക്ഷം നോക്കിയിട്ടിക്കല അങ്ങ് അവ വിത്തിട്ട് അങ്ങനെ ഉമ്മരെ ബംഗാറ് വിത്തിട്ട് അവത്ര ഇടകളെ വിത്തിട്ട് അങ്ങ് 1 ലക്ഷം 2 ലക്ഷം ഉറുപ്പ ആക്കിയിട്ട് ഈ ഏജന്റുമാർക്ക് കൊടുക്കാറ്. പക്ഷേ അവിടെ ഏജന്റുമാർ അവിടെ എത്തിയാൽ പിന്നെ എന്തുമില്ല ഞങ്ങളെ കാണുകയില്ല നിങ്ങളെ കാശും പോയിട്ട് എല്ലാം പോയിട്ട് ലാസ്റ്റിക്ക് ഇങ്ങനെ ഫ്ലൈറ്റിൽ ഇഴിഞ്ഞിട്ട് നമുക്ക് നേരെ പോയിട്ട് ജയിലിലേക്ക് പോകുമ്പോഴത്തെ പരിസ്ഥിതി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുണ്ട് ഒരു മനുഷ്യ ഒരു മനുഷ്യനെ വിത്ത ഇത് വിൽക്കും പോലെ ആ വിസത്തെ ഏജന്റ് കാശ് തിണ്ട വന്റെ കാശ് എങ്കിൽ ആ ഏജന്റ് ആരുള്ളാറ ഈ മനുഷ്യരെ കുടിക്കിയ ആൾമാർ ആരുള്ളാറ അങ്ങനെ ശത്രുവായിട്ടിരിക്കുന്നതാണ് നാള് റബ്ബു ചൊല്ലുടെ പളക്കായിട്ടിരിക്കരുത്. മൂന്നാമത് റസൂലുള്ള ചൊല്ലുണ്ട് ഒരു മനുഷ്യ ഇസ്താജറ അജീറ ഒരാൾ നിങ്ങൾ സ്വർത്തക്ക് വിളിക്കാറ് അയാളുടെ നിങ്ങൾ എല്ലാം സൊറാക്ക് പറ്റാറ് അത്രത്തോളം സൊറാക്കി നിങ്ങൾ ചൊന്ന സൊറല്ലാക്കി വലം യുത്തിഹി അജ്റഹു അയാൾ അസർക്ക് കാക്ക അജാറ് ശമ്പളത്തോടെ മുഖ നാളെ വാ പിന്നെ വാ എത്ര ബാക്കിയുണ്ട് അയാളുടെ മനസ്സിക്ക് നമ്പലത്തേക്ക് അയാളെ മനസ്സിക്ക് നിങ്ങൾ നമ്പലാക്കിയാറ് അയാളെ കണ്ണിൽ തണ്ണി വരുമ്പോലാക്കിയാറ് ഇല്ല സ്വർഗത്തെ ബാല് നിങ്ങൾ തുറക്കില്ല. നിങ്ങൾ നിസ്കാരത്തെ എതിർ സഫലിക്കും നിങ്ങൾ താടി ബലിയായിരിക്കും നിങ്ങൾക്ക് ഡ്രസ്സ് നിങ്ങൾ ബലിയായി നല്ല ബെൽത്ത ഡ്രസ്സിക്കും നിങ്ങൾക്ക് ഉദ്ദത്തെ ഡ്രസ്സിക്കും നിങ്ങൾക്ക്. പക്ഷേ ആ സ്വറാക്കിയവന്റെ കണ്ണില് കണ്ണുനീർ ബർപ്പാട്ട് ബലാക്കിയാറ് നിങ്ങൾ ഇല്ല സ്വർഗത്തെ ബാല് തുറക്കില്ല. അല്ലാഹു നിങ്ങളെ ശത്രുവായിട്ടിരിക്കുക. ഇത് ആറ് ചൊല്ലുടെ പളക്ക മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുടെ പളക്ക. ആ റസൂലുള്ളാഹിയുടെ വിഷയത്തിൽ അല്ലാഹു ചൊല്ലുക വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യൻ യൂഹാ വമാ യൻതിഖു അനിൽ ഹവാ ആ റസൂലുള്ള സ്വന്തം ഇഷ്ടപ്രകാരം പളക്ക പറയില്ല. ഇൻ ഹുവ ഇല്ലാ
ഇല്ലാ വഹ്യുൻ യൂഹ. അല്ലാഹുവിന്റെ സപ്ത ഗഗനത്തപ്പുറത്ത് അല്ലാഹുവിന്റെ അർശിനെ എന്ത് വഹ്യ് ബണ്ട ആ വഹ്യിന്റെ അടിസ്ഥാനത്തിൽ പലക്കവരുടെ നബിയായിട്ട് ചൊല്ലത് ഇല്ല ഈ വഞ്ചനാക്കിയ ആൾമാർക്ക് ഈ സ്വറാക്കി അവന്റെ കണ്ണിൽ തണ്ണീർ പാട്ടി അവനക്കു സ്വർഗത്തെ ബായിൽ തുറക്കില്ല. അവന് ഏത് ജാതിരവനാവട്ടെ, സ്വർഗത്തേക്ക് വിളിച്ചവണ് മുസ്ലിം ആയിക്കൊണ്ടിട്ടുള്ള ഏത് ജാതിരാളായെങ്കിലും അയാൾക്ക് മോശമായെങ്കിൽ അയാളെ കണ്ണിൽ തണ്ണി വന്നെങ്കിൽ ഇല്ല ലാ തുഫ്തഹു അബ്വാബുൽ ജന്ന, സ്വർഗത്തെ ബായിൽ തുറക്കില്ല. മുത്തു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ഈ റസൂലുള്ളാഹിന്റെ ജനനവും മരണവും നടന്ന ഈ മാസത്തിൽ ഞങ്ങളുടെ ജീവിതത്തിന് ഒരു ബദലാവിനെ പറഞ്ഞു ഞങ്ങളൊരു പ്രതിജ്ഞാക്കുക. ഇല്ല ನಾನು റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിർസാക്കരനാണ്. ഏത് രൂപത്തിൽ റസൂലുള്ള പഠിപ്പാട്ടിയ സന്ദേശം എൻ്റെ ജീവിതത്തിൽ അളവടിച്ചിരുന്നാണ്. റസൂലുള്ള ചൊന്തന്ന ആദർശം ನಾನು മൈകൂടിച്ചിരുന്നാണ്. ഇത്രത്തോളം ഒന്ന് തപ്പ് ನಾನು റബ്ബുരടിക്ക് മാഫ് കേൾക്കുന്നതാണ്. ഏത് ನಾನು അങ്ങനെ ആക്കില്ല ചൊന്നിട്ടൊരു ബദലാവണമെങ്കിൽ നിങ്ങൾ തയ്യാറാവാം. പരിശുദ്ധ ഖുർആന്റെ ആദർശം സ്വീകരിക്കുന്ന ആൾമാർ ഞങ്ങാവാ ഇൻഷാ അല്ലാഹ്. ಅದಕ್ಕೆ വേണ്ടി ಪ್ರಯತ್ನಾಕುವ ಚೊಂದಿಟ್ಟು നിങ്ങൾ ഈ സന്ദർഭത്തിൽ ನಾನು ഒന്നും കൂടി ನಾನು ഉണർത്തರೆ. പിന്നെ സഹോദരന്മാരെ, ഞങ്ങളെ ലേന്ത ഖുർആൻ പഠിക്കോರು ചൊന്നിട്ട് ഞങ്ങളെ സൗത്ത് കർണാടക സലഫി മൂവ്മെന്റ് വലിയൊരു ಯೋಜನೆ ತಯಾರಾಕಿರು. ಅದರ 19ാമത്തെ ಹಂತത്തെ ಇನ್ಶಾ ಅಲ್ಲಾ ಬುಕ್ಕಲ್ಲಿ ಬಿಡುಗಡೆ ಇಂಡಿ ಇನ್ಶಾ ಅಲ್ಲಾ ನಂಗೆ ಅನ್ಸ್ಕಾರ ಕಲ್ದೇವೆ ನಾವು ಬುಕ್ ಬಿಡುಗಡೆ ಆವಗೊಂಡು ನಿಂಗೆಲ್ಲರೂ ಬುಕ್ എടുക്കണം. ಅದಕ್ಕೆ ಓಪನ್ ಬುಕ್ ಎಕ್ಸಾಮ್ ಆಯ್ತಿಕ್ಕರು. നിങ്ങൾക്ക് അത് 2 സൂറ ഉണ്ട്. ആ സൂറത്തിൽ അർത്ഥ കന്നഡത്തിൽ ഇംഗ്ലീഷിലുണ്ട്. ಅವത്തിൽ വെച്ചിട്ട് നിങ്ങൾ നോക്കിയിട്ട് ಅದರ ആൻസർ ಅದರ ഉത്തര എഴുതാ. ಅವത്തിൽ എല്ലാവർക്കും എഴുതാ. അപ്പോൾ ഖുർആൻ എല്ലാവരും പഠിക്കുക വേണ്ടിയുള്ള ഒരു നല്ലൊരു സദവകാശമായിട്ടിക്കറ്. നിങ്ങൾ എല്ലാവരും ഈ ചാൻസ് നിങ്ങൾ ഉപയോഗമാക്കാനുണ്ട്. നിങ്ങളൊട്ടിക്ക് ഞാൻ വിനന്തിയാക്കറേ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ ചെറിയതും വലിയതുമായ എല്ലാ ദോഷത്തെയും അല്ലാഹു നിങ്ങൾക്ക് വിട്ടുപുറത്ത് മാഫാക്കി തരുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ റസൂലുള്ളാഹിനെ ആ ചെറിയ ഞങ്ങളുടെ ജീവിതത്തിൽ അളവടിച്ചിട്ട് ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാട്ടിയ തെറു സ്വീകരിക്കുക അല്ലാഹു നിങ്ങൾക്ക് തൗഫീഖ് തരട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله تعالى نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.